ഹലോ ചേട്ടാ, എത്ര നേരം കൊണ്ട് ഞാൻ ചേട്ടനെ വിളിക്കുവാ, ഇപ്പോഴാണല്ലോ വരുന്നേ. എടാ അത് പിന്നെ കുറച്ച് ബിസി ആയിപ്പോയടാ. ഒരു ഗിൽഡ് വാറൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴാ നീ വിളിച്ചത്. ആണോ ചേട്ടാ, ഞാനാണെങ്കിലേ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ ചേട്ടനെ വിളിച്ചേ. അത്യാവശ്യ കാര്യമോ? അതെന്തുവാടാ ഇത്ര അത്യാവശ്യ കാര്യം? പറഞ്ഞോടാ, എന്തുവാ? ചേട്ടാ അത് പിന്നെ ഞാൻ കുറെ ബംഗാളികളോട് ചോദിച്ചു, ആരും എനിക്ക് എടുത്തു തന്നില്ല. ചേട്ടനെങ്കിലും എനിക്ക് എടുത്തു തരുവോ? എടാ എന്തുവാ സംഭവം? എന്തെടുത്തു തരാനാ നീ പറയുന്നേ? എടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയുവോ നീ? ചേട്ടാ എല്ലാവർക്കും അലോക്കുണ്ട് ചേട്ടാ, എല്ലാവർക്കും അലോക്കുണ്ട്. പക്ഷെ എനിക്ക് മാത്രമില്ല. ചേട്ടാ എനിക്കൊരു അലോക്കിനെ എടുത്തു തരുവോ? അവസാനമായിട്ട് ഞാൻ ചോദിക്കുക, എല്ലാവരോടും ചോദിച്ചു മടുത്തു ചേട്ടാ. എന്ത് ചെയ്യാനാ, ആരും എടുത്തു തരുന്നില്ല. അവരും എന്തൊക്കെയോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. ചേട്ടാ അവസാനത്തെ ചോദ്യമാ ചേട്ടാ, എനിക്കൊരു അലോക്കിനെ എടുത്തു തരുവോ? ചേട്ടനോടാ ഞാൻ അവസാനമായിട്ട് ചോദിക്കുന്നേ. ചേട്ടനെങ്കിലും എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു തരണേ. എടാ നൂബേ, നീ എന്തുവാടാ ഈ പറയുന്നേ? എടാ നീ ഏത് വർഷത്തിലാ ജീവിക്കുന്നേ? എടാ ഇത് 2025 എടാ ഇപ്പൊ അലോക്കിനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടോടാ. കാരണം ഗോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അലോക്കിനെ എടുക്കാം. അതിനാണോടാ നീ ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചു നടക്കുന്നേ? എടാ 2025 ഇപ്പൊ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. ഫ്രീ ആയിട്ട് കിട്ടുമെന്നോ? ചേട്ടൻ എന്തുവാ ചേട്ടാ ഈ പറയുന്നേ? അലോക്കിനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നോ? ചേട്ടാ ഒന്ന് പോയേ ചേട്ടാ, തള്ളി മറിക്കാതെ. എടാ ഞാൻ സത്യമാടാ പറയുന്നേ. എടാ നൂബേ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ 2025 നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എടാ എന്നാലും നീ ബംഗാളികളോടൊക്കെ അലോക്കിനെ ചോദിച്ചെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ചേട്ടാ ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ കുറെ ബംഗാളികളുണ്ട് ചേട്ടാ. അവരെയൊക്കെ ഇങ്ങനെ കുറെ നേരമായിട്ട് വിളിക്കും. അവരാരും ഇപ്പൊ വരത്തില്ല ചേട്ടാ. ഞാൻ എപ്പോഴും അലോക്കിനെ ചോദിക്കുന്നോണ്ടായിരിക്കും അല്ലേ, അവരാരും ഇപ്പൊ വരത്തില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ അവരോട് ഞാനിങ്ങനെ ചോദിക്കും. എനിക്കാണെങ്കിൽ പിന്നെ ഹിന്ദി ഒന്നും അധികം അറിയത്തില്ല ചേട്ടാ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചോദിക്കുന്നേ, ഹലോ ബായ്, അലോക് ദേദോ ബായ് എന്നൊക്കെയാ ചോദിക്കുന്നേ. ആണോ? എടാ എന്നിട്ട് അവരെന്താ പറയുന്നേ? അലോക്കിനെ ചോദിക്കുമ്പം അവരെന്തുവാ പറയുന്നേ നിന്നോട്? അവരാണെങ്കിൽ ഒന്നും പറയില്ല ചേട്ടാ. ഞാനാണെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട അലോക്കിനെ ഇങ്ങനെ തെണ്ടി ചോദിക്കും, അലോക് ദേദോ ബായ് എന്ന് ചോദിക്കും. അപ്പോഴവരാണെങ്കിൽ കിടന്ന് ചിരിക്കും ചേട്ടാ. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ ഹിന്ദിയുടെ പ്രശ്നമാണോ, അതോ എന്റെ ഹിന്ദി അവർക്ക് മനസ്സിലാവാത്തതിന്റെ പ്രശ്നമാണോ, അതോ അവരെന്നെ കളിയാക്കുന്നതാണോന്നും എനിക്കറിയില്ല ചേട്ടാ. കുറച്ച് കഴിയുമ്പോഴേക്കും അവരെന്നെ കിക്ക് ചെയ്ത് വിടും ചേട്ടാ. എല്ലാവരും ഇങ്ങനെ എന്ത് ചെയ്യാനാ ചേട്ടാ? അതുകൊണ്ടാ ചേട്ടാ ഞാൻ ചേട്ടനോട് ചോദിച്ചേ, ചേട്ടാ എനിക്കൊരു അലോക്കിനെ എടുത്തു തരുവോ? അത്യാവശ്യമാ ചേട്ടാ, കുറെ നാളായി ചേട്ടാ അലോക്കിനെ എടുക്കണമെന്നുണ്ട്. ചേട്ടനും കൂടി പറ്റില്ലെന്ന് പറയുവാണെങ്കിൽ ഞാനിനി ആരോട് ചോദിക്കില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, പറ്റില്ലെന്ന് മാത്രം പറയല്ലേ ചേട്ടാ. എനിക്ക് എടുത്തു തരണേ അലോക്കിനെ. ചേട്ടാ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട് ചേട്ടാ അലോക്ക്, പക്ഷെ എനിക്ക് മാത്രം അലോക്കില്ല. അതാ പ്രശ്നം. അവരോട് ഞാൻ ചോദിച്ചേട്ടാ, അവരും എന്നെ കളിയാക്കി ചിരിക്കുക. എടാ മണ്ട, നീ ഏത് ലോകത്താടാ ജീവിക്കുന്നേ? എടാ ഞാൻ പറഞ്ഞില്ലേ, അലോക്കിനെ ഇപ്പൊ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുവാടാ. കുറച്ച് കോയിൻ കൊടുത്താ മതി. അതായത് ഡയമണ്ട് ഒന്നും കൊടുക്കണ്ടടാ, കുറച്ച് ഗോൾഡ് കോയിൻ കൊടുത്താ മതി, അലോക്കിനെ കിട്ടുവാടാ. എന്തുവാ ചേട്ടാ ചേട്ടൻ പറയുന്നേ? ഗോൾഡ് കോയിൻ കൊടുത്ത അലോക്കിനെ കിട്ടുമെന്നോ? ഒന്ന് പോ ചേട്ടാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. ഇനി അങ്ങനെ ഞാൻ ഒരിക്കലും ആരുടെ മുന്നിൽ പറ്റിക്കപ്പെടത്തില്ല. അതെനിക്ക് 100% ഉറപ്പാ. ചേട്ടാ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കുന്നതാ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ചേട്ടാ വെറുതെ പറ്റിക്കാൻ നോക്കാതെ കാര്യം പറ. ചേട്ടൻ എനിക്ക് അലോക്കിനെ എടുത്തു തരാൻ പറ്റുമോ? അത് മാത്രം എന്നോട് ഇനി ചേട്ടൻ പറഞ്ഞാ മതി. പറ്റുമോ ഇല്ലയോ, അതാ ഞാൻ ചോദിക്കുന്നേ. പറ്റുമോ ചേട്ടാ? ദൈവമേ, ഇവനിപ്പോഴും 2020 എന്റെ അമ്മു, ഇവനോട് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നേ? ഈ പൊട്ടനാണെങ്കിൽ ഒന്നും പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കുറെ നേരമായിട്ട് അലോക്കിനെ ചോദിക്കുവാണല്ലോ. ഇവൻ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ലെന്നാ തോന്നേ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നേ. ചേട്ടാ ചേട്ടൻ എന്തോ ചേട്ടാ ഇപ്പൊ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. എടാ ഇവിടെ പറഞ്ഞ അല്ലാതെ നിന്നോടൊന്നും പറഞ്ഞല്ല. ആ ചേട്ടാ കുഴപ്പമില്ല, ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞതായിരിക്കുമെന്ന്. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ആണെങ്കിലേ ഞാൻ ഒരു ഡുവോ മാച്ച് കളിച്ചു ചേട്ടാ. ആ ഒരു മാച്ചില് എന്റെ കൂടെ വന്നത് ആരാണെന്ന് അറിയുവോ? സെക്കൻഡ് ലൈറ്റ്. എന്റെ അമ്മോ, അടിപൊളി കളക്ഷനുള്ള അക്കൗണ്ട് ആയിരുന്നു ചേട്ടാ. സെക്കൻഡ് ലൈറ്റ്, ഗ്രീൻ ക്രിമിനല് എല്ലാം ഉണ്ടായിരുന്നു ചേട്ടാ ആ ഒരു അക്കൗണ്ടില്. ആ ചേട്ടനാണെങ്കിൽ മലയാളിയും കൂടിയായിരുന്നു. ആ ചേട്ടനാണെങ്കിൽ എന്നെ ഫ്രണ്ടാക്കി ചേട്ടാ. ആ ചേട്ടനോടും ഞാൻ അലോക്കിനെ ചോദിച്ചു. ആ ചേട്ടനും കിടന്ന് ചിരിക്കുവാ ചേട്ടാ. ഞാനെന്തോ ചെയ്യാനാ? എല്ലാരും എന്നെ ചിരിച്ചിട്ട് കിക്ക് ചെയ്ത് വിടുവാ ചേട്ടാ. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിലേ, ആ ഒരു മാച്ചിൽ ഞങ്ങള് ബുയ അടിച്ചു ചേട്ടാ.
ബുയെന്ന് വെച്ചാ അടിപൊളി കളിയായിരുന്നു ഞാനാണെങ്കി എത്ര കില്ല എടുത്തേന്നറിയോ? 2 കില്ല് എടുത്തു കേട്ടാ, 2 കില്ല്. ഞാനും ആ ചേട്ടനും കൂടിയേ ബുയ അടിച്ചപ്പോഴില്ലേ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം സ്റ്റോറി ഇട്ടു ചേട്ടാ. ഫേസ്ബുക്കിലും ഇട്ടു, വാട്സപ്പ് സ്റ്റാറ്റസും ഇട്ടു. എന്റെ അമ്മോ, ആദ്യമായിട്ടാ ഞാൻ ബുയ അടിച്ചത് ആ ഒരു മാച്ചില്, ഡുവോ മാച്ചില്. ചേട്ടാ അടിപൊളി കളിയായിരുന്നു ചേട്ടാ. പിന്നെ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, ഞാൻ കളിച്ച ആ ഒരു കളിയിൽ വന്ന സെക്കൻഡ് എലൈറ്റ് ചേട്ടനില്ലേ, ആ ചേട്ടനിട്ട പാന്റ് ഏതാന്നറിയോ? ജാസ് പാന്റ്. ചേട്ടാ ജാസ് പാന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ചേട്ടാ സ്റ്റോറിന്നേ എനിക്ക് ആ ജാസ് പാന്റ് ഒന്ന് ഗിഫ്റ്റ് ചെയ്ത് തരുമോ ചേട്ടാ? ചേട്ടൻ എനിക്ക് അലോക്കിനെ എടുത്തു തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ജാസ് പാന്റെങ്കിലും ഒന്ന് എടുത്തു തരണേ ചേട്ടാ. പ്ലീസ് ചേട്ടാ, എടുത്തു തരാൻ പറ്റില്ലെന്ന് പറയല്ലേ പ്ലീസ്. കുറച്ച് ഡയമണ്ട് എങ്ങാണ്ടേ ഉള്ളൂ ആ ഒരു ജാസ് പാന്റിന്. ചേട്ടാ പ്ലീസ് ചേട്ടാ. എടാ നൂബേ, നീ കുറെ നേരമായി തുടങ്ങിയിട്ട്. എടാ മണ്ട, ഇതിപ്പോ 2025 മണ്ട. എടാ 2020 കാര്യമാ നീ പറയുന്നേ. എടാ ഇപ്പൊ ജാസ് പാന്റ് ഒന്നും ഇല്ലടാ മണ്ട സ്റ്റോറിലൊന്നും. എടാ അലോക്കിനെയൊക്കെ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുവാടാ, ഗോൾഡ് കൊടുത്താ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ. കുറെ നേരമായി കേട്ടോ. ചേട്ടാ പറ്റിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും ആരോടും പറയില്ല കേട്ടോ. എന്തുവാ ചേട്ടാ ഇങ്ങനെ പറ്റിക്കുന്നേ? ഞാൻ ഒരു ന്യൂബായോണ്ടായിരിക്കും എന്നെ ഇങ്ങനെ പറ്റിക്കുന്നത് കേട്ടോ. അല്ലേലും എന്നെ ഇങ്ങനെ പറ്റിക്കാൻ എളുപ്പമാണല്ലോ, എന്നെ ആർക്ക് വേണേലും പറ്റിക്കാലോ. കുഴപ്പമില്ല ചേട്ടാ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എടാ ന്യൂബേ, എനിക്ക് നിന്നെ പറ്റിക്കേണ്ട ഒരാവശ്യമില്ല. എടാ നീ എന്തുവാ ഈ പറയുന്നേ? നീ ഇപ്പോഴും 2020 എടാ എന്തുവാ നീ അവസാനമായിട്ട് ചോദിക്കാൻ പോകുന്ന എന്തുവാ? പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഒട്ടും സമയമില്ല കേട്ടോ. ഞാൻ പറയാം ചേട്ടാ, ഇതും പറ്റില്ലെന്ന് മാത്രം പറയില്ല കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമാവും. കുറെ നേരമായി ഞാൻ ചോദിക്കുന്നു. ആദ്യം ഞാൻ അലോക്കിനെ ചോദിച്ചു, പിന്നെ ഞാൻ ജാസ് പാന്റ് ചോദിച്ചു. ചേട്ടൻ അത് രണ്ടും പറ്റത്തില്ലല്ലോ. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് പറ്റില്ലെന്ന് മാത്രം പറയില്ലേ? എടാ എന്തുവാടാ, പെട്ടെന്ന് പറയടാ, എനിക്ക് ഒട്ടും സമയമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേടാ. ചേട്ടാ ഞാൻ പറയാം, പറ്റില്ലെന്ന് മാത്രം പറയല്ലേ. ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാ, എനിക്കൊരു ലോലിമോട്ട് എടുത്തു തരുവോ ചേട്ടാ? പ്ലീസ് ചേട്ടാ, എടുത്തു തരുവോ? എടാ മണ്ട, നിന്നോട് ഞാൻ കുറെ നേരം കൊണ്ട് പറയുവാ ഈ പറയുന്ന സാധനം ഒന്നും ഇല്ലെന്ന്. എടാ ലോലിമോട്ടൊന്നും ഇപ്പൊ സ്റ്റോറിൽ പോലും ഇല്ലടാ. സ്റ്റോറിൽ നിന്ന് വരെ അവന്മാർ റിമൂവ് ചെയ്ത്. ലോലിമോട്ടൊക്കെ ഇപ്പൊ റേറാ മോനെ. എടാ നിനക്കൊന്നും അത് കിട്ടില്ല. ഇനി ഇപ്പൊ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ചേട്ടാ. എടുത്തുതരാൻ പറ്റില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി. കുറെ നേരമായി ചേട്ടൻ ഡയലോഗ് അടിക്കുന്നു. എല്ലാരും ഇങ്ങനെയാന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. സോറി ചേട്ടാ, ഞാൻ ഇനി ചേട്ടനോട് ഒരിക്കലും ഞാൻ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഞാൻ ഒരു പാവപ്പെട്ടവനാ, അതുകൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനൊക്കെ പറയുന്നേ. എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേട്ടന്റെ അടുത്ത് പോലും വരത്തില്ലായിരുന്നു. എനിക്കങ്ങ് എടുത്താ പോരെ. കുഴപ്പമില്ല ചേട്ടാ. എന്തായാലും എല്ലാരും എന്നെ കളിയാക്കിയതല്ലേ. ഒരു ദിവസം ഞാൻ ചേട്ടന്റെ അടുത്ത് വരും ചേട്ടാ, അതും അലോക്ക്.